ഇപ്പോൾ ഗൾഫ് മേഖലയിൽ വലിയ സംഘർഷം നടക്കുകയാണ്. സംഘർഷം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വലിയ ആശങ്കയാണ്. ഇറാൻ്റെ ആക്രമണം നിരന്തരം ഉണ്ടാകുന്നു. ഇപ്പോൾ ഒരു വെടിനിർത്തൽ വന്നിട്ടുണ്ട്. പക്ഷേ ചർച്ച അലസിപ്പോയി. ഇസ്ലാമാബാദിലെ ചർച്ച പൊളിഞ്ഞു. ഗൾഫിലെ മലയാളികൾ എന്ന് പറയുമ്പോൾ മലയാളികൾ മാത്രം ഇന്ത്യക്കാർ 40 ലക്ഷം പേരുണ്ട്. 4 മില്യൺ ആളുകളാണ് താമസിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇറാൻ ഈ സമാധാന ചർച്ചയ്ക്ക് വെച്ച ഒരു ഉപാധി എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സേനയെ പിൻവലിക്കണം എന്നാണ്. എന്തായിരിക്കും ഈ സേനാ പിന്മാറ്റം ഉണ്ടായാൽ ഗൾഫിൽ എന്ത് സംഭവിക്കും? സാർ, ഞാൻ 23 വർഷം ഒരു കുവൈറ്റിലെ അമീറിൻ്റെ രാജാവിൻ്റെ കൂടെ നടന്നിരുന്ന മനുഷ്യനാണ്. എൻ്റെ ഒരു നിലപാടാണ്, ഞാനൊരു വിദേശകാര്യ നിരീക്ഷകനോ അങ്ങനത്തെ ഒരു വ്യക്തിയൊന്നുമല്ല. ഞാൻ എൻ്റെ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന ഒരൊറ്റ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നത്, അമേരിക്ക ഈ GCC കൺട്രീസിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ കാണുന്ന ലീഡർഷിപ്പ് ഒന്നും പിന്നീട് ആ രാജ്യങ്ങളിൽ ഉണ്ടാകില്ല. അങ്ങനെ ഇറാൻ എന്തെങ്കിലും ചെയ്യുമോ? ഇറാൻ മാത്രമല്ല, എല്ലാ രാജ്യത്തും, ഇപ്പോൾ കുവൈറ്റ് ആയിരുന്നാലും വേറെ ഏത് രാജ്യങ്ങളായിരുന്നാലും എല്ലാ രാജ്യത്തും റൂളിംഗ് ഫാമിലിനെ കൂടാതെ ഓപ്പോസിറ്റായിട്ട് പ്രോമിനൻ്റ് ആയിട്ടുള്ള അവിടെ ട്രൈബ്സാണ്. ഇപ്പോൾ സാറിന് അറിയാം, ഫാമിലി ട്രൈബ്സ്, അവർ ട്രൈബൽ, അവർ ട്രൈബ് എന്നാണ് പറയുന്നത്. ഓരോ ഫാമിലീസ് ഉണ്ട്. അവരും ഇവരെ പോലെ ശക്തരാണ്, സാമ്പത്തികവുമായും ബാക്കി എല്ലാ രീതികളിലും അവർ ശക്തരാണ്. അപ്പോൾ അമേരിക്കയുടെ ഒരു സുരക്ഷതയാണ് ഈ പറയുന്ന ഭരണകർത്താക്കളെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. അമേരിക്കൻ ഗ്യാരണ്ടിയാണ്. ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഞാൻ കുവൈറ്റ് മാത്രം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചു, 1 മണിക്കൂർ കൊണ്ടാണ് സദ്ദാം ഹുസൈൻ കുവൈറ്റ് പിടിച്ചെടുത്തത്. വെറും ഒരു മണിക്കൂർ കൊണ്ട്. കുവൈറ്റിനെ പോലുള്ളൊരു രാജ്യത്ത് ഒരു അട്ടിമറി വരാൻ അധികം നേരമൊന്നും ആവശ്യം. ചെറിയ രാജ്യമാണല്ലോ, വളരെ ചെറിയൊരു രാജ്യമാണ്. ആലപ്പുഴ ജില്ലയുടെ അത്രയുള്ളതെന്നാണ് ഒരു സാധാരണ മലയാളികൾ അവിടെ പറയുന്നത്. അപ്പോൾ ഈ അട്ടിമറി വരാതിരിക്കാൻ അവർക്ക് ഏറ്റവും വലിയൊരു സുരക്ഷ കൊടുക്കുന്നത് അമേരിക്കൻ സൈന്യത്തിൻ്റെ സാന്നിധ്യമാണ്. ആ സൈന്യത്തിനോടുള്ള പേടി കൊണ്ട് മാത്രമാണ്. കുവൈറ്റിലും പല പ്രാവശ്യം പല കാര്യങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും അത് പുറത്തു വന്നിട്ടില്ലെന്ന് മാത്രമാണ് മനസ്സിലായത്. ഇവരെല്ലാവരും, എൻ്റെ ഒരു നിരീക്ഷണം, അമേരിക്ക മാറിക്കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തും അട്ടിമറി നടക്കും. അല്ല, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ സൗദിയിലാണെങ്കിലും അബ്ദുള്ള രാജാവിൻ്റെ കൊലപാതകം ബ്ലഡ് ഓൺ ഓയിൽ ആണെന്നാണ് സാധാരണ പറയുന്നത്. ബ്ലഡ് ഓൺ ഓയിൽ എന്നാണ് അവരുടെ ഒരു ഭാഷയിൽ പറയുന്നത്. നമ്മൾ ഏതൊരു കസേരയിലിരിക്കുന്ന ആളുടെ ബാക്ക് ഹിസ്റ്ററിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു മർഡർ, അവിടെ ഒരു പോയ്സണിങ്, അവിടെ ഒരു ഷൂട്ടിങ്, അവിടെ ഒരു ഡാഗർ, ഇതെല്ലാം നമ്മൾ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാം. അതെല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും ഇപ്പോൾ കറൻ്റ്ലി ഇരിക്കുന്ന റൂളേഴ്സിൻ്റെ ഇപ്പോൾ പല GCC, എവറിബഡി ഹാസ് ദിയർ ഓൺ ഹിസ്റ്ററി. ഒരു ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും ഒരു അട്ടിമറി കാണാം. കാരണം കസേര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം. അതെ. അപ്പോൾ ഇറാൻ്റെ ഈ ആവശ്യം വളരെ ദുഷ്ടബുദ്ധിയുടെ ഉള്ളതാണ്. തീർച്ചയായും ഗൾഫിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ കുവൈറ്റൊക്കെ വളരെ ലിബറലും വളരെ മോഡേൺ ആയിട്ടുള്ള രാജ്യങ്ങളാണ്. മറ്റുള്ള UAE അത്രയും വരില്ലെങ്കിലും, ബട്ട് അവിടെയും റാഡിക്കൽ ഇസ്ലാമുണ്ട്, അവിടെയും റാഡിക്കൽ തോട്ട്സ് ഉള്ള ആൾക്കാരുണ്ട്. അവിടെയും പല പ്രാവശ്യവും നിങ്ങൾ മനസ്സിലാക്കണം, ഒസാമ ബിൻ ലാദനെ അമേരിക്കൻ സൈന്യം വധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചീഫ് സുരക്ഷക്കാരെല്ലാവരും കുവൈറ്റികളായിരുന്നു. ആദ്യം വെടിവെച്ചിട്ടിടുന്ന ആൾക്കാരെല്ലാവരും കുവൈറ്റികളായിരുന്നു. അപ്പോൾ ആ ലിങ്ക്സ് അവർക്ക് ഇപ്പോഴും കുവൈറ്റിലുണ്ട്. ഞാനുള്ള സമയത്ത് തന്നെ ഒരു 5-8 പ്രാവശ്യം അവിടെ അൽഖ്വയ്ദ ലിങ്ക്സ് ഉള്ള ആൾക്കാരെ ഷൂട്ടൗട്ടിലൂടെ തന്നെയാണ് അവർ കീഴടക്കിയത്. കാരണം അവരുടെ ലക്ഷ്യവും അട്ടിമറി തന്നെയായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഇവരെ റെയ്ഡ് ചെയ്ത് വരുമ്പോഴും ഇമ്മൻസ്ലി പാക്ഡ് അമ്യൂണിഷൻ ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. ഒരു അത്യാവശ്യം ഒരു അട്ടിമറിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവരുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ കുവൈറ്റ് ഇപ്പോൾ ഫേസ് ചെയ്യണ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, GCC കൺട്രീസിൽ ഈ അടുത്താണ് ഒരു രാജ്യം ഇപ്പോൾ ഏകദേശം 1 ലക്ഷത്തിൽ പരം ആൾക്കാരുടെ പാസ്പോർട്ട് റിവോക്ക് ചെയ്തെടുത്ത് കളഞ്ഞു. അപ്പോൾ നിങ്ങൾ അറബിക് ഭാഷയിൽ പറയും ബെദുവിൻ എന്ന് പറയും. ബെദുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ കൺട്രി. അവരെല്ലാവരും ഇത്രയും നാൾ ആ പാസ്പോർട്ടിൻ്റെ കീഴിൽ കുവൈറ്റി സംരക്ഷണത്തോടെ കുവൈറ്റി ആനുകൂല്യങ്ങൾ പറ്റി ജീവിച്ചിരുന്ന അവരിന്നെല്ലാവർക്കും എന്താ പറയണ അഭയാർത്ഥികളെ പോലെ കഴിയേണ്ട ഒരു അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു രോക്ഷം കുവൈറ്റിൽ ഇപ്പോൾ. എന്തിനാണ് അങ്ങനെ ചെയ്തത് കുവൈറ്റിൽ? അത് ഈ ഒരു 6-7 മാസമായിട്ടുള്ളൂ ആ ഒരു ഇത് തുടങ്ങിയിട്ട്. ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഓഫീസിലുണ്ടായിരുന്ന പല ലബനീസ്, ഈജിപ്ഷ്യൻസ്, പിന്നെ പല ആൾക്കാരും സിറ്റിസൺഷിപ്പ് ഗെയിൻ ചെയ്ത ആൾക്കാർ. അപ്പം ലബനീസ് ആൾക്കാർ
അവരുടെ സിറ്റിസൺഷിപ്പ് കളഞ്ഞതിന് ശേഷമാണ് കുവൈറ്റ് സിറ്റിസൺഷിപ്പ് എടുക്കുന്നത്. ഇപ്പോൾ ഈ കുവൈറ്റ് കുവൈറ്റും ഇല്ല, ഇവിടെ ഇല്ല, ലെബനനും ഇല്ല. ഇപ്പോൾ എനിക്ക് വരെയും കോൾ വരാറുണ്ട്, ഒന്ന് ആരെങ്കിലും ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 78,000 കുവൈറ്റി പൗരന്മാരായിരുന്ന വ്യക്തികൾക്ക് പൗരത്വമില്ലാതെ അവരൊരു വലിയൊരു അവരുടെ ഇടയിൽ ശരിക്കും അവരെന്താ പറയുക, ഒരു റിവോൾട്ടിന് വരെ ശ്രമിച്ചേക്കാം എന്നുള്ളൊരു രീതിയിൽ അവരവിടെ നിൽക്കുന്നുണ്ട്. അതും കുവൈറ്റിനെ വല്ലാതെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അതുകൂടാതെ ഇപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ബിസിനസ് പ്രോജക്ട്സ് ഒക്കെ വളരെ ഡള്ളായി മാറിയിരിക്കുന്നു. പല മലയാളി ബിസിനസ്സുകാരും ഇപ്പോൾ എനിക്ക് വളരെ അത് ഗൾഫ് രാജ്യങ്ങളിൽ പൊതുവേ ഉണ്ട്, വല്ലാത്ത ആശങ്കയുണ്ട്. ഇറാൻ്റെ ഈ ആക്രമണം വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. കുവൈറ്റിന് അത്യാവശ്യം നല്ല രീതിയിൽ കുവൈറ്റ് ആക്രമിക്കപ്പെട്ടു. ഇപ്പോഴാണ് എയർപോർട്ട് എനിക്ക് തോന്നുന്നു ഇത്രയും ഡാമേജ്ഡ് ആയിട്ടുള്ളൊരു എയർപോർട്ട് കുവൈറ്റിനല്ലാതെ വേറെ. പക്ഷേ ഇപ്പോൾ അവർ വീണ്ടും റീഓപ്പൺ ചെയ്യാൻ എയർ സ്പേസ് ഓപ്പൺ ചെയ്യാൻ നോക്കുന്നുണ്ട്. ബട്ട് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. ഇപ്പോൾ കുവൈറ്റിൽ നിന്ന് സഞ്ചരിക്കേണ്ട ആൾക്കാർക്ക് എല്ലാവർക്കും 6-7 മണിക്കൂർ ബസ്സിന് സൗദി അറേബ്യയിൽ പോയിട്ട് അവിടെ നിന്ന് പ്ലെയിൻ എടുക്കുന്ന ആ ഒരു ഗതികേട്ടിലേക്ക് നിൽക്കുകയാണ്. യു എയും അല്ലാതെ ഒരുപാട് ആക്രമിക്കപ്പെട്ടു. ആക്രമിക്കപ്പെട്ടു. ഇപ്പോൾ 20% ആണ് അവരുടെ എയർലൈൻ സർവീസസ് ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ കേട്ടിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് അവിടുത്തെ ഒരു എമിറേറ്റ്സിൻ്റെ ഒരു സീനിയർ ഓഫീസർ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കേട്ടതാണ് 20% ആണ് അവരുടെ ഓപ്പറേഷൻ ഉള്ളത്. ബട്ട് അവർ സർവൈവ് ചെയ്യും. അല്ല, അവർ സർവൈവ് ചെയ്യും. അവർ ഈ മണലാരണ്യത്തിൽ നിന്ന് ഉയർന്നു വന്നവരല്ലേ. ആ കാര്യത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് ഞാൻ കണ്ടിരിക്കുന്നത് UAEയുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. ഇപ്പോൾ കുവൈറ്റിൽ ഞാൻ 23 വർഷം ഉണ്ടായിട്ടും എനിക്കറിയാം കുവൈറ്റിൻ്റെ ഒരു ഗ്രോത്തും. ബട്ട് അതേപോലെ തന്നെ UAEയുടെ ഗ്രോത്ത്. UAE റബ്ബർ ബോൾ പോലെയാണ്. ഓരോ വീഴ്ച കൂടുന്നവരും അവർ പൂർവാധികം ശക്തിയോടെ അത് അവരുടെ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി തന്നെയാണ്. ആ ഒരു ലീഡർഷിപ്പിൻ്റെ ആ ഒരു വാട്ട് യു സേ എന്താ പറഞ്ഞാൽ അവരുടെ ഒരു വിഷൻ, അവരുടെ ഒരു ഫോക്കസിൻ്റെ. കാരണം ഞാനും അവിടുത്തെ പ്രിൻസിൻ്റെ രണ്ടാമത്തെ മകൻ്റെ സെക്രട്ടറി ആയിട്ട് 1 വർഷം ജോലി ചെയ്തതാണ്. അപ്പോൾ എനിക്കറിയാം അവർ 2014 കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. അദ്ദേഹം പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ ഈവൻ ഇഫ് ഐ ഡൈ ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദിസ്. പക്ഷേ കുവൈറ്റിനെ പറ്റിയ ഏറ്റവും വലിയൊരു നഷ്ടം ഞാൻ ഒരിക്കലും എൻ്റെ സാറായതുകൊണ്ട് പറയുന്നില്ല. കുവൈറ്റിൻ്റെ യഥാർത്ഥ ശില്പി ഷെയ്ഖ് നാസർ തന്നെയായിരുന്നു. 2032 എന്നും പറഞ്ഞിട്ടുണ്ട് സിൽക്ക് സിറ്റി. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സിൽക്ക് സിറ്റി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റാണ് സാർ ഡിസൈൻ ചെയ്ത് വന്നിരുന്നത്. ബട്ട് റൈറ്റ് നൗ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം കംപ്ലീറ്റ്ലി സ്റ്റോപ്ഡാണ്. ഇപ്പോൾ ആ പ്രോജക്റ്റിന് വേണ്ടി വെച്ചിരുന്ന ഒരു സ്പേസാണ് ബൂബിയാൻ ഐലൻഡ് എന്ന് പറയുന്ന ഒരു സ്പേസ്. ബൂബിയാൻ ഐലൻഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂബിയാൻ ഐലൻഡിൻ്റെ ചെറിയ കോർണേഴ്സിൽ വരുമ്പോൾ ഇറാനും ഷട്ടിൽ അറബ് എന്ന് പറയുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഇറാനും ആയിട്ട് 3.5 കിലോമീറ്റർ ദൂരമുള്ളൂ. കാരണം നമ്മൾ ആ അറ്റത്ത് കാരണം ഞങ്ങൾക്ക് അവിടെ ഒരു വീടുണ്ടായിരുന്നു, അവിടെ ഒരു പാലസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ യു ഗെറ്റ് ഇറാനിയൻ സിഗ്നൽസ് നമ്മുടെ ടെലിഫോണിൽ കയറി വരും. പക്ഷെ അതിപ്പോൾ ഇനി ഇറാൻ്റെ ഫ്യൂച്ചർ പോലെ ഇരിക്കും ഇനി GCCയുടെ ഫ്യൂച്ചർ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അല്ല, ഇറാൻ്റെ ഫ്യൂച്ചർ കഴിഞ്ഞില്ലേ? എന്താ ബാക്കിയുള്ളത്? എനിക്ക് ഈ പെഷിഷ്ഖാൻ ഫാമിലിയുടെ ഫസ്റ്റ് കസിൻ മൻസൂർ എന്ന് പറയും. അദ്ദേഹം ഇവിടെ കൊച്ചിയിൽ വന്നിട്ടുണ്ട്. ശരി, എൻ്റെ വീട്ടിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അത്രയ്ക്ക് കറക്റ്റ് ഇംഗ്ലീഷില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനുണ്ട്. ഞാനൊരു 4 ദിവസം മുമ്പ് ഇവർക്കൊരു മെസ്സേജ് ഇട്ട് എന്തായി സ്ഥിതി. ഇതുവരെ എൻ്റെ മെസ്സേജ് കണ്ടിട്ടില്ല അവർ. സിംഗിൾ ടിക്കിൽ നിൽക്കുകയാണ്. ഞാൻ ഈ മൻസൂറിൻ്റെ മകൻ, അവൻ നല്ലോണം ഇംഗ്ലീഷ് സംസാരം UK എഡ്യൂക്കേറ്റഡ് പയ്യനാണ്. അപ്പോൾ അവൻ ഈ മെസ്സേജ് ഇട്ടിട്ട് ഡെലിവർ ആയിട്ടില്ല, സിംഗിൾ ടിക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ ഒരു ബ്രദറുണ്ട് ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം UK-യിലാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് വിളിച്ച് സംസാരിച്ചു എന്തായി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഓക്കെ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇറാനിയൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതനുസരിച്ച് അദ്ദേഹം പറഞ്ഞേക്കണം ഞങ്ങളെ ഒരു 40 വർഷം പുറകിലേക്ക് ആക്കി കളഞ്ഞെന്നുള്ളതാണ്. ആ രീതിയിൽ എസ്പെഷ്യലി ബ്രിഡ്ജസും മെയിൻ ഇൻഫ്രാസ്ട്രക്ചേഴ്സും എല്ലാം നശിപ്പിച്ചെന്നുള്ളത്. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയണോട്ടെ സാർ, അത് GCC കൺട്രീസിനോട് ഞാൻ പറയും ഇറാൻ ജനറസ് ആണെന്നേ പറയുള്ളൂ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ. കാരണം നമ്മൾ പരസ്പരം ഇങ്ങനെ ഇരിക്കുന്നത് പോലെ അവർക്ക് നേരെ മുന്നിലാണ് GCC കൺട്രീസിൻ്റെ മെയിൻ എന്തെന്നാ പറഞ്ഞാൽ ഏറ്റവും ഏറ്റവും ക്രൂഷ്യൽ പോയിൻറ്റ്സ് അവരുടെ മുമ്പിൽ തന്നെയാണ് ഇരിക്കുന്നത്. കാരണം ഇപ്പോൾ മംഗഫ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവരൊരു ബിൽഡിങ്ങിനിട്ട് അവരുടെ ഒരു മറ്റേ ഡ്രോൺ അറ്റാക്ക് ചെയ്ത് ഈ ബിൽഡിങ്ങും ആ റിഫൈനറിയുടെ
ഒരു ഇതും തമ്മിൽ ആ റിഫൈനറിയുടെ കടലിലേക്ക് പമ്പ് ചെയ്യുന്ന ഒരു പൈപ്പ് ലൈൻ മാക്സിമം 50 മീറ്റേഴ്സ് ഉള്ളൂ. അപ്പോൾ അവർ മര്യാദ കാണിക്കുന്നുണ്ട്, അവിടെ അടിച്ചില്ല, അവരടിച്ചില്ല. അതിനിപ്പുറം അതുപോലെ തന്നെ കുവൈറ്റിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം കുവൈറ്റിൻ്റെ ബേസിക് നീഡ്സ്, അതായത് ഡീസാലിനേഷൻ പ്ലാന്റ്, കുവൈറ്റിൻ്റെ പവർ പ്ലാന്റ്, ഇതെല്ലാം ഇറാൻ വാതിൽ തുറന്ന അവരുടെ നേരെ മുന്നിലിരിക്കുന്ന സാധനങ്ങളാണ്. അവർ ജനറസ് ആണ്. അവർ അല്ല ഡീസാലിനേഷൻ പ്ലാന്റ് എങ്ങാനും അടിച്ചു കഴിഞ്ഞാൽ ശുദ്ധജലം കുടിക്കാൻ വെള്ളമില്ല. ശുദ്ധജലം മാത്രമല്ല സാർ, അവിടെ കുവൈറ്റിന് ആകെ ഒരു ചെറിയൊരു സോഴ്സിൽ നിന്ന് മാത്രമുള്ള ഫ്രഷ് വാട്ടർ കിട്ടുന്ന ഒരു സോഴ്സ് ഉണ്ട്, റൗദത്തേൻ എന്ന് പറയുന്ന ഒരു സോഴ്സ് ഉണ്ട്. അവർക്ക് അവിടെ പമ്പ് ചെയ്ത് ബാക്കി കുവൈറ്റിൻ്റെ ഒരു 95% കടൽവെള്ളം ശുദ്ധീകരിച്ചെടുക്കുന്ന പ്ലാന്റ്. അതാണെങ്കിൽ ഇറാനിൽ നിന്ന് ഇറാൻ്റെ വാതിക്കൽ വന്നിരിക്കണം. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇതാണ്, കാരണം ആ ഒരു പോയിന്റാണ്. ബട്ട് എന്നാലും അവരവിടെ ഇവിടെയൊക്കെ തട്ടിച്ചിട്ടുണ്ട്. ബട്ട് ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ള രാജ്യങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനൊക്കെ എനിക്കറിയാം. എൻ്റെ ഒരു ചെറിയൊരു നിരീക്ഷണത്തിൽ വീണ്ടും ശക്തിയോടെ കയറി വരാൻ UAE. അതെ, തീർച്ചയായിട്ടും ഇത് കയറി വരണം. നമ്മുടെയൊക്കെ, കാരണം നമ്മുടെ ബന്ധുക്കളോ ഏറ്റവും അടുത്ത ആളുകളോ ഒക്കെ ഉണ്ട് മിഡിൽ ഈസ്റ്റിൽ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ യുദ്ധം വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചത്, നമ്മുടെ സ്റ്റുഡിയോയിൽ നമ്മൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇതിനൊരു വിരാമം ഉണ്ടാവട്ടെ. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ് അവിടെ ജീവിക്കുന്നത്. അതുമാത്രമല്ല അവരുടെ പക്കൽ നിന്ന് വരുന്ന വിദേശ നാണ്യം നമ്മുടെ രാജ്യത്തെ സമൃദ്ധമാക്കുന്നതിൽ ഒരുപാട് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ യുദ്ധം തീരേണ്ടത് ആവശ്യമാണ്. അത് തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചർച്ച അലസിപ്പിടിച്ചെങ്കിലും ഇനി പുതിയ വഴികൾ കണ്ടെത്തട്ടെ. എത്ര വലിയൊരു യുദ്ധമായാലും ഒരു ദിവസം അത് തീർന്നല്ലേ പറ്റൂ. അങ്ങനെ വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമുക്ക് നല്ലത് പ്രാർത്ഥിക്കാം. നമ്മളെ കേൾക്കുന്ന നമ്മുടെ മിഡിൽ ഈസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. താങ്ക് യു.